അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ട് വിശേഷപ്പെട്ട കാര്യമുണ്ട്. അതിനകത്ത് ഒന്ന് പറയാം. നമ്മൾ കൃഷി ചെയ്ത ചീരയെല്ലാം ഒരു പാർട്ടി വന്ന് കിലോയ്ക്ക് 100 രൂപ വെച്ച് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. കൊടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ചില്ലറ പോകുന്നുണ്ട്, ഡെയിലി 4 കെട്ട് 5 കെട്ട് വെച്ച് പോകുന്നുണ്ട്. പക്ഷേ കൊടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ പൊളിഞ്ഞ് കിടക്കുക. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മൊബൈലാണ്, ഞാൻ അതിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ് കാണുന്നത് അതിനകത്താണ്, എഡിറ്റ് ചെയ്യുന്നത് അതിനകത്താണ്, യൂട്യൂബിലോട്ട് വീഡിയോ കയറ്റുന്നത് അതിനകത്താണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ആപ്പാട് പൊളിഞ്ഞ് നാശമായിരിക്കുകയാണ്. എൻ്റെ ഇത് വീണതാണ്, ഈ കൈയും വെച്ചോട്ട് അഭ്യാസം കാണിച്ച് വീണതാണ്. അത് പോയി. അപ്പോൾ അത് വേറൊരു ഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം 10,000-2000 രൂപ കൂടെ വേണം. അപ്പോൾ ഉള്ള ചീര പറിച്ച് ഞാൻ കൊടുത്തേക്കാണ്. ഒരു 100 രൂപ വെച്ച് കിലോയ്ക്ക് കൊടുക്കുക. കാര്യം ഒന്നാമത് കളം കാലിയാക്കണം. അടുത്ത നടാൻ ഒത്തിരി നിൽപ്പുണ്ട്, കുഞ്ഞി ചീരകൾ ഒത്തിരി നിൽപ്പുണ്ട്. അപ്പോൾ അത് കലം കാലിയാക്കി പൈസ ഇപ്പം ഞങ്ങൾ ഒരു 1500 രൂപയുടെ ചീര മൊത്തം വിറ്റിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കിട്ടുന്നത് എന്താണെങ്കിലും കിട്ടിയത് കിട്ടി, ലാഭം. വലിയ മുടക്കൊന്നുമില്ല. ഒരു 2 ചാക്ക് ഉണക്കച്ചാണകം എടുത്തിട്ടുണ്ട്. 150 രൂപ വെച്ച് 300 രൂപ ആയുള്ളൂ. പിന്നെ ഒരു ചാക്ക് നമ്മൾ കോഴിവളം എടുത്തിട്ടുണ്ട്, അതിന് 150 രൂപ വില. പിന്നെ ഒരു 350 രൂപയ്ക്ക് കക്കാപ്പൊടി, പച്ചക്കക്കാപ്പൊടി എടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചിലവുകളേ ഉള്ളൂ. ചിലവൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇത് പറിച്ചു കൊടുക്കാനുള്ള പരിപാടി, പറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളവെടുപ്പ് തുടങ്ങുകയാണ് ഞങ്ങൾ ചീരയുടെ. ഇത് തുടങ്ങാം. പച്ചച്ചീര അങ്ങോട്ട് മാറി. പച്ചച്ചീര ഇവിടെ ഒന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും ചുമപ്പ് മതി. ഇവിടെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത്. അതുകൊണ്ട് ആർക്കും പച്ച വേണ്ട, മുസ്ലിം ലീഗിനെ വേണ്ട. അപ്പോൾ നമ്മളെ തിരക്കി വന്ന ആൾക്ക് പച്ച മതി കൂടുതൽ, ചുവപ്പ് താല്പര്യം. പച്ചച്ചീര അവരെടുത്തോളാന്ന് പറഞ്ഞു, സുന്ദരി ചീര. ഞാൻ വിളവെടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും ആളാണ് ഉണ്ടോ, ഇത്രേ വന്നുള്ളൂ. ഇതാണ് സുന്ദരി ചീര കേട്ടോ, ഞങ്ങളുടെ സുന്ദരി ചീര. അപ്പോൾ ഇത് പറിച്ച് നമ്മൾ കൊടുക്കുക, പാട്ടയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങിക്കുക. ഒത്തിരി ഇലയുണ്ട്, തണ്ടുകളും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ തണ്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി കളർ കണ്ടോ തണ്ടിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ പറിച്ച് ഈ വെള്ളത്തിൽ ഇതിൻ്റെ മണ്ണൊക്കെ കഴുകി കളയണം. മണ്ണ് കഴുകി കളഞ്ഞ് മണ്ണ് ഇതിനകത്ത് കഴുകി വാടിപ്പോകാതിരിക്കാനൊന്ന് മുക്കിയെടുക്കും. അത് വാടിപ്പോകാനാണ് അവിടെ ഇടുക. അപ്പോൾ അതെല്ലാം പറിക്കണം. ഒരു 20 കിലോ വന്നാൽ മതി, ഹാപ്പിയാണ്. 20 കിലോ വന്നാൽ ഞാൻ ഹാപ്പി. 10,000-2000 കയ്യിൽ കിലോ വരും ചെക്കിൽ. കളറ് കണ്ടല്ലോ. അത് കുറച്ച് കൂടുതൽ മണ്ണ്. പറിച്ചു ചെറുപറ പറിച്ചു. ആദ്യമേ പച്ചയൊക്കെ പറിച്ചു. അപ്പോൾ എൻ്റെ വൈഫും വിളവെടുക്കട്ടെ. കുറേ പറിക്കണ്ട, 2-3 പറിച്ചിട്ട് കുറച്ചേ പറിക്കില്ല, കഴുകി എടുക്കേണ്ടതല്ലേ. നിനക്ക് 2 കൈയും കുഴപ്പമില്ല, എൻ്റെ കൈക്ക് പറ്റത്തില്ല, എൻ്റെ ഒറ്റ കൈയാണ്.
എൻ്റെ ഒറ്റക്കൈ സിന്താബാദാണ്. കൈ കണ്ട എൻ്റെ ഇത് 2 കിലോ ഉണ്ട് മണ്ണോട് കൂടി. മണ്ണ് മാറ്റി. മണ്ണ് കംപ്ലീറ്റ് മാറ്റി കേട്ടോ. മണ്ണ് ഒരെണ്ണം താഴെ വെക്ക്. മണ്ണ് കംപ്ലീറ്റ് പോട്ടെ. മണ്ണ് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് കംപ്ലീറ്റ് കളഞ്ഞ് വെള്ളം മുക്കി എടുത്തോ, വാടിപ്പോയത്. നമ്മൾ സുന്ദരി ചീരകളൊക്കെ അങ്ങനെ നമ്മുടെ നിന്ന് വിടവാങ്ങുകയാണ്. കാണാൻ നല്ല ചന്തമുണ്ടല്ലേ പറിച്ചു കഴിഞ്ഞു. സുന്ദരി ചീര ഇത്രേ പൊങ്ങിയുള്ളൂ. ഇത്രേ പൊങ്ങിയുള്ളൂ. ഭയങ്കര ശിഖരമാണ്. ചോട്ടിയും ശിഖരമാണ്. ഇങ്ങനെ തട്ടിക്കളഞ്ഞാലും അത് പോവും. മൊത്തം മുക്കിക്കും. ശരിക്കില്ല അതും മുക്കി മാറ്റി. ഇവരെപ്പോൾ വിൽക്കാനാണിത്? വൈകിട്ട് മതി എന്ന് പറഞ്ഞു. നാളെ കൊടുക്കാനായിരിക്കും. ഇതൊരു 5 കിലോ കാണുമോ? അത് എല്ലാം കൂടെ പറിക്കില്ല കുറച്ച്. ഇപ്പോൾ ഇതിനകത്ത് ഇനി നല്ല സൂപ്പറായിട്ട് കിടക്കും കേട്ടോ. വളമെല്ലാം കയറിയതല്ലേ. പച്ചച്ചാണാൻ, പിന്നെ നമ്മുടെ കപ്പള്ളി പിണ്ണാക്ക്, പിന്നെ കോഴിവളം, പിന്നെ ഉണക്കച്ചാണകം. ഇത്രയും വളം ഈ കളത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കളത്തിൽ ഇനി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിളുക്കും. ഇപ്പം നടാനുണ്ട്. ഈ കളത്തിൽ നമ്മൾ ഇപ്പോൾ പറിക്കുന്ന കളത്തിൽ ഞങ്ങൾ പറിക്കുന്ന കളത്തിൽ ഇതുണ്ട്. ഈ ചീര അങ്ങ് നട്ടു കൊടുക്കും. ഇത് വാത്താങ്കര ചീരയാണ്. പറിച്ച് നടാൻ ടൈമായി. ടൈം ആയതുകൊണ്ട് ചെയ്യും. ടൈം കഴിഞ്ഞതുണ്ട്. ഇതൊക്കെ പറിച്ച് നടാൻ ടൈം കഴിഞ്ഞാണ്ട വാത്താങ്കര ചീര. അപ്പോൾ ഈ സൈഡിലെ ചീരയൊക്കെ നമ്മൾ പറിച്ച് അങ്ങോട്ട് നടും. നടുത്ത് കഴിഞ്ഞാൽ അടുത്ത വിത്തിടും. ഇതെല്ലാം പറിച്ച് നടാനുള്ള. അപ്പോൾ ഇത് പറിച്ച് നട്ടാണ് അടുത്ത വിത്തിടും. ഇത് പിന്നെ വലുതായിപ്പോയി. അപ്പോൾ ഇനി പറിച്ചിട്ട് കാര്യമില്ല. ചെറുതായിട്ട് മൂപ്പായിപ്പോയി. അപ്പോൾ പറിച്ചിട്ട് കെട്ടാന്നേരം എടുക്കും. അങ്ങനെ സുന്ദരി ചീരകളൊക്കെ പറിച്ച് ഒരു 1, 2, 3, 4 എണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അത് വല്ല വിത്താകുകയാണെങ്കിൽ ആകട്ടെ. വേറെ ഉണ്ട്. അപ്പുറത്ത് ഇപ്പം ഇഷ്ടം പോലെ. സുന്ദരി ചീര മാത്രമേ പറിച്ചുള്ളൂ. ഇത് പറിക്കാതെ നിർത്തിയിരിക്കുകയാണ്. നടുവേനെ എടുക്കുന്നു കുനിഞ്ഞൊന്ന് പറിച്ചിട്ട്. അപ്പോൾ അത് കഴുകി നീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2-3 എണ്ണം വിത്തിന് വെച്ചിട്ടുണ്ട്. ഇത്രയും സുന്ദരി ചീരയുണ്ട്. ഇത് എത്ര കിലോ കാണും? ഒന്ന് ഊഹം പറയാമോ? ഒരു 10 കിലോ കാണുമോ? 10 കിലോ മുകളിൽ കാണുമോ? കെട്ടണം. കെട്ടിക്കൊണ്ട് കൊടുക്കുക. തൂക്കിക്കൊണ്ട് കൊടുക്കുക. തൂക്കുന്ന പാട്ടിയായിട്ട് ഒന്നിച്ച് നിന്ന് തൂക്കാം. അല്ലെങ്കിൽ അവർ സംശയം പറയും. നമ്മുടെ കള്ളത്തരം കാണിക്കുന്നത്. പത്തിന് മുകളിൽ കാണുമോ? ഒരു 20 കിലോ കാണുമോ? നോക്കാം. കെട്ടിയിട്ട് നോക്കാം. തൂക്കി. ഇപ്പം നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പാണ്. നമുക്ക് സ്ഥലം കിട്ടിയതിന് ശേഷം ഹാപ്പിയാണ്. തീരെ കുറവൊന്നുമില്ല കേട്ടോ. എനിക്ക്
ആവശ്യമുണ്ട്. ഇത് വയറെടുപ്പ്. ഇപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയും കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ആ ചുവപ്പ് ചെയ്ത് അവിടെ നിൽക്കട്ടെ. എനിക്ക് 5-6 പേര് ഇങ്ങോട്ട് വേണം, 5-6 പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുവപ്പ് ചെയ്ത പറിക്കുന്നില്ല. ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കെട്ടിക്കൊണ്ടുപോവാണ്. കിലോ 100 വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കെട്ടി നമ്മുടെ തൊട്ടടുത്ത് തന്നെ തലവടി അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അവിടെ നിന്ന് തന്നെ തൂക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങളും കൃഷി ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയുള്ള വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല. ഓക്കെ.